ഇവളെന്തിനാ സാറേ ഇങ്ങോട്ട് വന്നത്? മഞ്ജു ഇങ്ങനെ ദേഷ്യപ്പെടാതെ, മഹിമയ്ക്ക് പറയാനുള്ളത് എന്താണെന്ന് കേക്ക്. എനിക്കൊന്നും കേൾക്കാനില്ല. ഇത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയാ എന്റെ സ്വഭാവം മാറും. നീ ഇവിടുന്ന് പോവാൻ നോക്ക്. എനിക്ക് പറയാനുള്ളത് ചേച്ചി കേൾക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. അങ്ങനെ വാശി കാണിക്കാനാണ് നിന്റെ പരിപാടിയെങ്കിൽ ഈ സ്റ്റേഷനിൽ നിന്ന് നീ പുറത്തു പോവില്ല. എന്താ നിനക്ക് കാണണോ? അനിത ഇതിൽ ഇടപെടണ്ട. ഇതേ ഇവരുടെ കുടുംബ പ്രശ്നമാണ്. ഇത് പോലീസ് സ്റ്റേഷനാ. ഇവരുടെ കുടുംബ പ്രശ്നം തീർപ്പാക്കാനുള്ള സ്ഥലമല്ല. അനിതേ, ദയവ് ചെയ്തൊന്ന് പോയി തരാമോ? നിങ്ങൾക്ക് സംസാരിക്കാനുള്ള എന്താണെന്ന് വെച്ചാ സംസാരിക്കുക. ശരി. ഒരു ഗർഭിണിയെ ചവിട്ടി താഴെയിട്ട് അവളുടെ കുഞ്ഞിനെ കൊന്നതിന് നിനക്ക് എന്ത് ന്യായീകരണോ പറയാനുള്ളത്? എനിക്കത് കേൾക്കണം. ഞാൻ ആരെയും കൊന്നിട്ടില്ല. എന്റെ കൺമുന്നിൽ വെച്ച സ്വപ്ന പടിയിൽ നിന്ന് വീണത്. എന്നെ എല്ലാവരുടെ മുന്നിൽ കുറ്റക്കാരിയാക്കാൻ അവള് സ്വയം പടികളിൽ നിന്നും താഴേക്ക് വീഴായിരുന്നു. സ്വപ്ന എത്ര ദുഷ്ടയാണെങ്കിലും സ്വന്തം കുഞ്ഞിനെ അപായപ്പെടുത്താൻ ശ്രമിക്കില്ല. ശരിയാ, പക്ഷെ അവള് പ്രഗ്നന്റ് ആയിരുന്നില്ല. നീ പറയുന്ന എന്ത് നുണയും ഞാൻ വിശ്വസിക്കുന്നാണോ നീ കരുതുന്നേ? നീ ഞാൻ ഒരുമിച്ചല്ലേ അവളുടെ പ്രഗ്നൻസി ടെസ്റ്റ് നടത്തിയത്? ചേച്ചി, അവക്കതൊക്കെ എളുപ്പത്തിൽ ചതി നടത്താൻ പറ്റുന്ന ടെസ്റ്റുകളാ. എന്നെ നീ വീണ്ടും വീണ്ടും മണ്ടിയാക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക. നിന്റെ തെറ്റുകൾ മറക്കാൻ നീ ഏതറ്റം വരെയും പോകുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്കിനി നിന്നോടൊന്നും സംസാരിക്കാനില്ല. നിന്റെ നുണകൾ കേൾക്കാനും താല്പര്യമില്ല. വിജയേട്ടാ, ഇനി ഇവളെ എന്നെ അന്വേഷിച്ച് സ്റ്റേഷനിലോട്ട് വരുവാണെങ്കിൽ നേരെ അറസ്റ്റ് ചെയ്തേക്ക്. ഇല്ലെങ്കിൽ അനിത മാഡം കൈകാര്യം ചെയ്യട്ടെ.